ഹലോ ഗൈസ്, സുഖമല്ലേ? നമ്മൾ ഇന്ന് പുതിയ സീരീസ് തുടങ്ങിയല്ലേ. നമ്മൾ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം പുതിയ ക്രിയേറ്റ് ചെയ്യാം. സർവൈവ് ഹാർഡിലിട്ട് കളിക്കണോ? നോർമൽ തന്നെ മതി. ഫസ്റ്റ് സീരീസ് അല്ലേ. എൻ്റെ കളികൾ കാണാൻ പോവാണ് ഗൈസ്. ക്രിയേറ്റ് ചെയ്യാൻ അത് ആക്റ്റീവ് വേൾഡ് ഓൾറെഡി ആക്റ്റീവിലാണ്. ക്രിയേറ്റ്. ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റെഫ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഈ മോഡ് കയറ്റണമെങ്കിൽ. ലോഡിങ് ആവുകയാണ്. ഏതാണ്ട് പകുതി ഫുൾ ആവാനായി. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഈ നേരം നേരെ പോവുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ നേരം. അപ്പോൾ എല്ലാ ഗൈസ് യെസ്, അങ്ങനെ നമ്മളുള്ള വേൾഡ് ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെറ്റിങ്സ് കുറച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാട്ടോ. ആദ്യം നിങ്ങൾ ഇതൊരു PC പോലെ ആക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വീഡിയോ സെറ്റിങ്സ് പോവുക, റെൻഡർ ഡിസ്റ്റൻസ് 10 ചങ്ക്, ഫ്രെയിം ഇത് ക്ലാസിക് ആക്കുക. അപ്പോൾ ഹെൽത്തൊക്കെ ഉണ്ടാവില്ല. ആ ഹെൽത്ത് ബോക്സൊക്കെ ഇത് ക്ലാസിക് ആക്കിയാൽ UI പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാസിക് ആക്കിയാൽ ഹെൽത്തൊക്കെ അടിയിലാക്കും. പിന്നെ എനിക്ക് കൺട്രോളറിൽ ഇത് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം കുറച്ച് കൂട്ടാണ്ട്. അതെന്തിനാ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തിരിയാനാവില്ല. ഇപ്പോൾ ഒരു സോംബി ബേക്കിൽ നിന്നാൽ പെട്ടെന്ന് ബേക്കോട്ട് തിരിയണമെങ്കിൽ അത് കുറച്ച് കൂട്ടാം. അതാണ് ഇത്. പിന്നെ വേറൊന്നുണ്ട്. വീഡിയോ ഇപ്പോൾ ബ്ലോക്ക് എഴുതാൻ നോക്കട്ടെ. കാണുന്നില്ലല്ലോ. 1 മിനിറ്റ് ഗൈസ്. ഇതില്ലയോ? ഇതന്നെ ഈ സാധനം ഔട്ട്ലൈൻ സെലക്ഷൻ. ഇത് ഓണാക്കിയാൽ കാണിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടോ? അടിക്കയപ്പുണ്ടോ? ഞാൻ ഇപ്പോൾ നോക്കുന്ന സ്ഥലം കണ്ടോ, ഈ ഒരു ബോർഡർ വരുന്നുണ്ടോ? ആ ബോർഡർ മറ്റേത് ഒരു ഇതല്ലേ, ഒരു ഗ്ലോ ആവുന്നത് പോലെയല്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു FOVയും കൂട്ടാം. FOV വെച്ചാൽ കാണിച്ചില്ല. എവിടെ പോയി ഞാൻ? 1 മിനിറ്റ്. കിട്ടി. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് പോലെ തോന്നും. ഒരു 72 ഇട്ടോണ്ടി. എന്നാലേ ഒരു കാണിച്ചില്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. ഇത് തോന്നിപ്പിക്കാനാണിത്. ഫസ്റ്റ് തന്നെ സ്ഥിരം ചെയ്യുന്ന പരിപാടി. നേരെ പോവുക, മരം വെട്ടുക, പിക്കാക്സ് ആക്സൊക്കെ ഉണ്ടാക്കുക. മരം വെട്ടുന്നതിന് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ മരം വെട്ടി നമ്മളെ വേൾഡിലത്തെ ഫസ്റ്റ് ബ്ലോക്ക് ആട്ടോ അത്. ഞാൻ ഇതുവരെ വെട്ടിയ ഫസ്റ്റത്തെ ബ്ലോക്കാണ് ഇത്. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ കേട്ടോ. ഷെയർ ചെയ്യാൻ പിന്നെ വലിയ പറയുന്നില്ല. ഷെയറും ചെയ്തോളാണ്ടി. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. നേരെ മരം വെട്ടുക. ഓക്കെ, ഇത്ര മതി. 3 മതി. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ മറ്റേ ബ്ലോക്ക് വീട്. നമ്മൾക്ക് അത് വെച്ച് കഴിഞ്ഞാൽ കുറേ ബിൽഡൊക്കെ ഉണ്ടാക്കണം. നമുക്ക് വീടൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിരിക്കണം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്താ അങ്ങനെ? 1 മിനിറ്റ് ഗൈസ്. ഇപ്പം റെഡി. ഓക്കെ, നമ്മൾ ഫുള്ള് ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഇനി നമുക്ക് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക.
അതിൽ നിന്ന് ഒന്ന് കുറച്ച് സ്റ്റിക്ക് വേണം, എന്നിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയാൽ മതി. ഇത് മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആക്ഷൻ ആൻഡ് ഷെഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡാണ്. പിന്നെ ആദ്യം എന്നിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യണം. സ്റ്റോണാണ് ഇത് കാണുക, പക്ഷേ കിട്ടും വരെ കോബിൾ സ്റ്റോൺ ആവും. ഇത് മതി. എന്നിട്ട് നേരെ പോവുക, പിക്കാക്സ് ഉണ്ടാക്കുക. കോബിൾ സ്റ്റോണിൻ്റെ ഒരു പിക്കാക്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അത് വുഡ് ഉണ്ടോ. ഈ പിക്കാക്സ് ഉണ്ടാക്കിയ ഒരു ഗുണമുണ്ട്, കാണിച്ചു തരാം. ഈ പിക്കാക്സ് കൊണ്ട് നമുക്ക് മൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്പീഡ്. ഇത് അറിയാത്തവർക്കുള്ളതാണ്, അറിയുന്നവരും ഉണ്ടാക്കാം. അപ്പോൾ അറിയുന്നവർ ഇപ്പം വിചാരിക്കും അതിപ്പോൾ ഇപ്പം എന്തെന്ന് അറിയാം. നേരെ ഇത് മൊത്തം വെട്ടുക. ഒരു സ്റ്റാക്കൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു സ്റ്റാക്ക് എടുക്കുന്നില്ല. ഒരു സ്റ്റാക്കൊക്കെ പിടിക്കുന്നതാണ് നല്ലത്. 29, 30 ഇതത്. ഇനി നമുക്ക് നേരെ പോവാം. ഒരു സ്റ്റിക്ക് കൂടി ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ആക്സിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മരങ്ങളൊക്കെ സ്പീഡിൽ മൈൻ ചെയ്യാം. അതാ ഈ ആക്സിന് പ്രത്യേകത. ഇപ്പോൾ ഈ ആക്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം മൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പേരാണ് സ്ട്രിപ്പ്ഡ് ലോഗ്. ഇത് അപ്പോൾ 1 ക്ലിക്ക് ചെയ്താൽ സ്ട്രിപ്പാവും ലോഗ്. അതാണ് ഇത്. എന്നിട്ട് ഈ ബ്ലോക്ക് മൊത്തം മൈൻ ചെയ്യുക. ഈ ബ്ലോക്ക് മൊത്തം മൈൻ ചെയ്യുമ്പോഴും അപ്പോൾ കുറേ ലോഗ് കിട്ടും. ഇനി നമുക്ക് രാത്രിയാവാനായി. അപ്പോൾ ഉച്ചയായി. സൂര്യൻ നടുവിൽ വരുമ്പോഴാണ് ഉച്ച. ഇപ്പം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നേരെ പോവുക, മരങ്ങൾ കുറേ വെട്ടുക. എല്ലാ മരവും വെട്ടുക. എന്നിട്ട് ഫുഡ് വേണമല്ലേ. ഫുഡും വേണം. കുറേ ഫുഡൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അത്യാവശ്യം വരുമ്പോൾ ഫുഡൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനെ കുറേ പെട്ടുപോയതാണ് രാത്രി. ഫുഡില്ലാണ്ട് ബെഡും കിട്ടില്ല. ഒരു ഷീപ്പ് പോയി സ്പോണാവാണ്ട്. സ്പോണാന്ന് വെച്ചാൽ ഉണ്ടാവുക, അവിടെ വരിക. ഈ ഓരോന്ന് സ്പോണാവുക. അതാണ്ടോ ഷീപ്പിട്ടി. 3 വൂളുണ്ടെങ്കിലാണ് ഒരു ബെഡ് ഉണ്ടാക്കാനാകുക. ഈ കൺട്രോളറിൽ കളിക്കാൻ കുറച്ച് പണിയാണ്. കീബോർഡ് മൗസ് പിന്നെ അടുത്ത് എപ്പോഴെങ്കിലും കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നോർമൽ കളിച്ചാൽ ഹാർഡ് ഇട്ട് കളിക്കുക. പിന്നെ ജാവയും കളിക്കലുണ്ട്, പക്ഷെ ബെഡ്രോ കൈ സുഖം. എല്ലാ മോഡും കുറേ നല്ല മോഡുകളുള്ള. പിന്നെ ജാവയിലാണ് നല്ല ഷെയ്ഡേഴ്സൊക്കെ ഇട്ട് കളിക്കാനുള്ളത് ജാവയിലാണ് നല്ലത്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ലാഗ് വരുന്നുണ്ടല്ലോ, എന്താ പെട്ടെന്നല്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ പോവാം. ഇനി എത്ര ബോളായി നമ്മളിൽ? 2 ബോളായി. ഇതെന്താ പറഞ്ഞാ ഈ സാധനമാണ് നമ്മുടെ XP. അവിടെ 1 ലെവലായുണ്ട്. അതവിടെ ഇവിടെ ഉണ്ടോ 1 ലെവല്. ഇതാണ് നമ്മളെ XP. അതുണ്ടെങ്കിലാണ് നമുക്ക് എൻചാൻറ്റിങ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ കഴിയുമ്പോൾ എൻചാൻറ്റിങ്സ് ഒക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് ചെയ്യാനായില്ല. അപ്പം നമ്മൾ തുടങ്ങി സ്റ്റാർട്ടിങ് അല്ലേ. ഓക്കെ, ഫുഡ് നല്ല കളക്ട് ചെയ്ത് വെച്ചോണ്ടേ. ഫുഡാണ് നമുക്ക് അത്യാവശ്യം വരിക. നമുക്ക് സ്റ്റാർട്ടിങ് ബേസ് വെറുതെ ഉണ്ടാക്കിയേക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തൊക്കെ വേണ്ടേ. ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് അങ്ങോട്ട് കൊടുക്കാം സൈഡിൽ. ഓക്കെ, അങ്ങനെ ആടിനെ പറ്റി പിന്നെ ഇത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടോ. ഈ സാധനം പ്രത്യേകത വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ ഈ മോഡായത് കൊണ്ടാണ് ഞാൻ സോംബിൻ്റെ ഇതുപോലെ നിൽക്കും. ഈ സാധനത്തിൻ്റെ പേരാണ് സോംബിനെ റോട്ടൺ ഫ്രഷ് പോലെയല്ല കണ്ടിട്ട്, പക്ഷേ ഈ സാധനത്തിൻ്റെ പേരാണ് മറ്റേ സ്മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് ലീഫ് ലിറ്റർ. ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ സ്മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഫുഡ് ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് സ്റ്റാർട്ടർ ബേസ് എഴുതണ്ട. നമുക്ക് നല്ല ബേസ് കുറേ കഴിഞ്ഞിട്ട് ഉണ്ടാക്കട്ടോ.
നിങ്ങളാരും പേടിക്കണ്ട. നമ്മളെ സ്പോൺ അടയും ഇത് മറന്നുപോയല്ലോ. അതിന് നമ്മളെ വുഡ് പോയോ? ആടല്ലേ മറന്നുപോയത്. ഇവിടെ ഇവിടെ ആടല്ല അവിടെ ഇല്ല അല്ലേ? ആ ഗായ്സ് ജസ്റ്റ് ഒന്ന് പ്ലീസ്, നമ്മളിവിടെ സ്പോൺ ആയെന്ന് കാണാൻ കഴിയുന്നില്ല കേട്ടോ. നമ്മളെ വുഡ് അത് കണ്ടുപിടിക്കുക. എന്തായാലും കാണുമല്ലോ, നമ്മൾ ഇലക്ട്രിക് വെച്ച് ഇങ്ങോട്ട് കുറേ പറക്കാൻ വരും. നമ്മൾ ഇത് സ്ഥലം മൊത്തം നമ്മൾ ഇതാക്കും. ഇവിടെ അല്ലേ നമ്മൾ സ്പോൺ ആയിന് ആണല്ലോ. ആ ഇവിടെ ഉള്ളത് നന്നായി. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. കോർഡിനേറ്റ്സ് ഓണാക്കാം. അപ്പോൾ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നല്ലേ? കോർഡിനേറ്റ്സ് വെച്ചാൽ കോർഡിനേറ്റ്സ് വെച്ചാൽ എന്താ, ഇതിൽ പോവുക, കോർഡിനേറ്റ്സ് ഓണാക്കാൻ ഗെയിം പോവുക, ഡീല് ഇവിടെ ഷോ കോർഡിനേറ്റ്സ് കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഏത് ബ്ലോക്കിലാക്കുന്ന പൊസിഷൻ കാണിക്കും, അത് അതിൻ്റെ പ്രത്യേകത. കോർഡിനേറ്റ്സ് നല്ലത് ഓണാക്കിയിട്ട് മാക്സിമം കളിച്ചോളാണ്ടി. ഇവിടെ നല്ല നമ്മൾ അത് ജനിച്ച് വീണ് ചെറിയൊരു മറ്റേ റെയർ ബയോം ഇവിടെ ഉണ്ട് കേട്ടോ. ആ പിങ്ക് കളറുള്ള മരം കിട്ടുന്നത്, അതിലൊക്കെ നമുക്ക് എന്തായാലും പോകണം. ഒന്നും മറക്കൂല കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ പോണ സ്ഥലം കാണാൻ കഴിയുന്നില്ല കേട്ടോ ഗൈസ്. കണ്ടിട്ട് അവിടെ തന്നെ ഇതാണ് നമ്മൾ സ്പോണായി വീണ സ്ഥലം. ഈ സ്ഥലത്താണ് നമ്മൾ സ്പോണായി വീണ്. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കുറേ പ്രത്യേക മാർക്ക് ചെയ്തേക്കണമല്ലോ. അവിടെ ഒന്നുകൂടെ പൊസിഷൻ നോക്കാം. 12-2. ഇനി ഇതാ ഞാൻ 8 പോലെ ഇനി അത് മറന്നുപോല. 12-2 ഇവിടെ എഴുതിയൊക്കെ നല്ല. നിങ്ങൾക്ക് ഓവർ ചെയ്യട്ടെ. നിങ്ങൾ ഓരോ ബേസ് ഉണ്ടെങ്കിൽ ഈ കോർഡിനേറ്റ്സ് ഓണാക്കി കണ്ട് അവിടെ പോയിരുന്നാൽ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടി മൈൻ ചെയ്യാം. ഇനി നേരെ പോവുക. നൈറ്റ് ആവാനായി. നമുക്ക് ഉറങ്ങാം. ആദ്യം ബെഡ് ഉണ്ടാക്കണം. ക്രാഫ്റ്റ് ടേബിൾ ഇടാം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പ്ലാങ്കും 3 വൂളും മതി. കാണിച്ചില്ല. ഇതാ കണ്ടോ, ഇതാട്ടോ ബെഡ് ഉണ്ടാക്കാനുള്ളത്. എന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കുക, നേരെ വെക്കുക, കിടന്നുറങ്ങുക. കണ്ടോ, ഇപ്പോൾ ഉള്ളൊരു ബഗ്ഗാണ് ഈ മോഡിൻ്റെ. കണ്ടോ, നമ്മളിപ്പോൾ ഈ ഞാനിപ്പോൾ വെള്ള ബെഡല്ല ഉണ്ടാക്കിയത്. കൈ പിടിക്കുമ്പോൾ ചോപ്പ് എന്നിട്ട് കണ്ടോ, ഇപ്പം ചോപ്പ് ഇതല്ലേ. ഞാൻ ഇപ്പോൾ വെക്കുമ്പോൾ വെള്ളയായി. ഇനി നമ്മൾ നേരെ വെക്കുക, കിടന്നുറങ്ങുക. ഇനി നേരം വെറുത്തിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ആയില്ലേ. ഇനി നമ്മൾ ചത്താലും ഇവിടെ തന്നെ വെക്കും. നമുക്ക് എവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഏതായാലും ചത്താലും ഇവിടെ തന്നെ എന്തായാലും എത്തിയാൽ റീസ്പോൺ പോയിന്റ് അല്ലേ. എന്നിട്ട് ഇത് പൊട്ടിച്ചാൽ നമ്മൾ ഇവിടെ തന്നെ വെക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പോൺ ആവുക അങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കണം. അല്ലേ വേണ്ട, അടുത്ത എപ്പിസോഡിലായാലോ വീടുണ്ടാക്കൽ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലാവട്ടെ വീടുണ്ടാക്കൽ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീടുണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പം സ്കിന്നൊക്കെ മാറ്റണം കേട്ടോ. ഈ സ്കിന്നൊന്നും പോരാ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.